തിരുവനന്തപുരത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കടന്നുപിടിച്ച യുവാവ് അറസ്റ്റിൽ. നാരായണി സ്വദേശി ബിനുവിനെയാണ് വെള്ളറട പോലീസ് പിടികൂടിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. കുന്നത്തുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്നലെയാണ് സംഭവം നടന്നത്. ചികിത്സയ്ക്കെത്തിയ രോഗിക്കടുത്തുണ്ടായിരുന്ന കുന്നത്തുകാൽ നാരായണി സ്വദേശി ബിനുവാണ് ഡോക്ടറെ കടന്നുപിടിച്ചത്. രോഗിയെ പരിശോധിക്കുന്നതിനിടെയാണ് അതിക്രമം. സംഭവത്തിന് ശേഷം ബിനു ഓടി രക്ഷപ്പെട്ടു. ആശുപത്രിയിലുണ്ടായിരുന്നവർ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സംഭവത്തിന് പിന്നാലെ അതിക്രമം നേരിട്ട ഡോക്ടർ വെള്ളറട പോലീസിന് പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ വീടിന് സമീപത്തു നിന്ന് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ബിനുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 24 തിരുവനന്തപുരം. കത്വ ഉന്നാവോ ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് നേതാക്കൾക്ക് അറസ്റ്റ് വാറണ്ട്. തുടർച്ചയായി ഹാജരാകാത്തതിനെ തുടർന്നാണ് PK ഫിറോസിനും CK സുബൈറിനും കുന്നമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചത്. കേസ് അടുത്ത മാസം 10-ന് വീണ്ടും പരിഗണിക്കും. കത്വ ഉന്നാവോ ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് മുൻ ദേശീയ ജനറൽ സെക്രട്ടറി CK സുബൈറും സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും ഇന്നും കോടതിയിൽ ഹാജരായില്ല. 2 തവണ തക്കതായ കാരണമില്ലാതെ ഹാജരാകാത്തതിനെ തുടർന്നാണ് കോടതി ഇരുവർക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. കേസ് പരിഗണിക്കുന്നത് ജൂലൈ 10ലേക്ക് മാറ്റി. പരാതിക്കാരൻ യൂസഫ് പടനിലം നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് കോടതി നടപടി. കത്വ ഉന്നാവോ കുടുംബങ്ങളെ സഹായിക്കാനും നിയമസഹായത്തിനുമായി ശേഖരിച്ച ഫണ്ടിൽ തിരിമറി നടത്തി എന്നായിരുന്നു മുൻ യൂത്ത് ലീഗ് നേതാവായ യൂസഫ് പടനിലത്തിന്റെ പരാതി. 2018 ഏപ്രിൽ 20-ന് കേരളത്തിലെ പള്ളികൾക്ക് പുറമെ വിദേശത്തു നിന്നും സമാഹരിച്ച 1 കോടിയോളം രൂപയിലെ 15 ലക്ഷം രൂപ PK ഫിറോസ് വകമാറ്റി ചെലവഴിച്ചു എന്നും യൂസഫ് ആരോപിച്ചിരുന്നു. കേസ് അന്വേഷിച്ച കുന്നമംഗലം CI സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളിയാണ് യൂസഫ് പടനിലം നൽകിയ സ്വകാര്യ അന്യായത്തിൽ കോടതി നടപടി തുടരുന്നത്. പരാതിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് M നാരായണൻ ഹാജരായി. 24 കോഴിക്കോട്.